ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ലീന റോയ് ഫ്രം LR ബൊട്ടിക് കൊമ്പിടിഞ്ഞമക്കൽ. ഇന്ന് നമുക്ക് കുറച്ച് എക്സൽ സൈസ് കുർത്തീസ് കാണാം. ഈ എക്സൽ സൈസ് ആണ് ഞാൻ കാണിക്കുന്നതെങ്കിലും ലാർജ് സൈസ് ഉള്ളവർക്ക് അത് ഉപയോഗിക്കാം കേട്ടോ. എക്സൽ എടുത്ത് ഒന്ന് ഷേപ്പ് ചെയ്താൽ ലാർജ് സൈസുകാർക്കും അത് ഉപയോഗിക്കാം. ഇന്ന് കാണിക്കുന്ന കുർത്തീസ് എല്ലാം ഡിഫറെന്റ് ടൈപ്പ് കുർത്തീസ് ആണ്, ഡിഫറെന്റ് വെയിറ്റും ആണ്. നമുക്ക് ഓരോന്നായിട്ട് കാണാം. ഫസ്റ്റ് ടൈപ്പ് വരുന്ന കുർത്തി, ഇത് കോട്ടൺ ആണ് മെറ്റീരിയൽ, പക്ഷെ അത്യാവശ്യം കട്ടിയുള്ള കോട്ടൺ ആണ്. കഴുകുമ്പോൾ ചുരുങ്ങുന്ന തുണിയല്ല. ഇത് കോളർ നെക്ക് ആണ്. ഇതുപോലെ കോളർ നെക്ക് കുർത്തിയാണ്. 3/4 സ്ലീവ് ആണ്. ഇത്രയും വരെയാണ് ഓപ്പണിംഗ് ഉള്ളൂ. അത് കഴിഞ്ഞ് ഇവിടെ ഫുൾ താഴെ വരെ ബട്ടണുകൾ ഉണ്ട് എങ്കിലും ഇത് ഓപ്പണബിൾ അല്ല. സെന്ററിലും ഒരു സ്ലിറ്റ് ഉണ്ട്, സൈഡിലും സ്ലിറ്റ് ഉണ്ട്. ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ്. ഇതിന്റെ റേറ്റ് വരുന്നത് 490. നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് വൈറ്റ് ബേസിൽ തന്നെ ഒരു ബ്ലൂയിഷ് ഗ്രേയും ബ്ലാക്കും കൂടി കലർന്നിട്ടുള്ള ഒരു ഡിസൈൻ ആണ് വന്നിരിക്കുന്നത്. കോളർ നെക്ക് കുർത്തിയാണ്. 3/4 സ്ലീവ് ആണ്. ഇവിടെ വരെയാണത് ഓപ്പണിംഗ് ഉള്ളു. പക്ഷെ അറ്റം വരെ ഇത് ബട്ടണുകൾ വെച്ച് പോയിട്ടുണ്ട്. പക്ഷെ ആ ഭാഗം ഓപ്പണബിൾ അല്ല. സ്ലിറ്റഡ് കുർത്തിയാണ്. സെന്ററിലും സ്ലിറ്റ് ഉണ്ട്. സെന്റർ സ്ലിറ്റ് ഉണ്ട്. ബാക്ക് സൈഡ് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇതിന്റെയും റേറ്റ് വരുന്നത് 490. നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നതും വൈറ്റ് ബേസിൽ തന്നെ ഒരു കൗഡൻ ഗ്രീൻ കളറും ബ്ലാക്ക് കളറും കൂടി മിക്സ് ആയിട്ടുള്ള പ്രിന്റ് ആണ്. കോളർ നെക്ക് ആണ്. ഇവിടത്തോളം വരെയാണ് ഓപ്പൺ ആയിട്ടുള്ളത്. എൻഡ് വരെ ബട്ടണുകൾ ഉണ്ടെങ്കിലും അത് ഓപ്പണബിൾ അല്ല. സൈഡിൽ സ്ലിറ്റ് ഉണ്ട്, സെന്ററിലും സ്ലിറ്റ് ഉണ്ട്. 3/4 സ്ലീവ് ആണ്. ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ്. ഇതിന്റെയും റേറ്റ് വരുന്നത് 490. അടുത്ത കുർത്തി ഇതുപോലെ നല്ല കോട്ടൺ മിക്സ് റയോൺ ആണിത്. ഇത് റൗണ്ട് നെക്കാണ്. യോക്ക് പോർഷനിന്ന് പ്ലീറ്റഡ് ആണ്. ബാക്ക് സൈഡും ഇതുപോലെ തന്നെ പ്ലീറ്റഡ് ആയിട്ടാണ് വരുന്നത്. ഇവിടെ ഒരു ഇതുപോലെ ബാക്ക് സൈഡിൽ പിടിച്ചു കെട്ടാനായിട്ടുള്ള ഇതും കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ റേറ്റ് വരുന്നത് 620 ആണ്. നെക്സ്റ്റ് കുർത്തി വരുന്നത് ഇതുപോലെ, ഇത് കോട്ടണിലുള്ള കുർത്തിയാണ്. മെറൂൺ കളറാണ്. 3/4 സ്ലീവ്, സ്ലിറ്റഡ് കുർത്തിയാണ്. വിത്ത് ലൈനിങ്ങോട് കൂടിയ കുർത്തിയാണ്. അതുപോലെ ഇതിന്റെ നെക്ക് വരുന്നത് ഇങ്ങനെയാണ്. റൗണ്ട് ഷേപ്പിലുള്ള നെക്കാണ്. റൗണ്ട് അല്ല, ഇതൊരു ആലില ഷേപ്പിലുള്ള കുർത്തിയാണ്. ഇതിന്റെ റേറ്റ് വരുന്നത് 550. നെക്സ്റ്റ് കുർത്തി വരുന്നത് കോട്ടണിലുള്ള കുർത്തിയാണ്. ഇതൊരു കോഫി ബ്രൗൺ കളറിൽ ഒരു ബീജ് കളറ് ഫുൾ ചെറിയ ചെറിയ ഡിസൈനുകളാണ് വന്നിരിക്കുന്നത്. ഇതൊരു വി ഷേപ്പ് കുർത്തിയാണ്. ഇതിന്റെ സ്ലീവിനുള്ള പോർഷൻ ഇതിന്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. അത് 3/4 സ്ലീവിനുള്ളതല്ല, മുട്ട് വരെ സ്ലീവിനുള്ള പോർഷൻ ആണ് അതിന്റെ ഉള്ളിൽ ഇരിക്കുന്നത്. ഇത് സ്ലിറ്റഡ് കുർത്തിയാണ്. വിത്തൗട്ട് ലൈനിങ് ആണ്. ഇതിന്റെ റേറ്റ് വരുന്നത് 390. നെക്സ്റ്റ് കുർത്തി വരുന്നത് ഫ്രോക്ക് ടൈപ്പ് കുർത്തിയാണ്. ഇത് റൗണ്ട് നെക്കാണ്. സെന്ററിൽ ഒരു മിറർ വെച്ചിട്ടുള്ള ഒരു വർക്ക് ഉണ്ട്. 3/4 സ്ലീവ് ആണ്. യോക്കിന്റെ അവിടുന്ന് ഇതുപോലെ പ്ലീറ്റഡ് ആയിട്ടുള്ള നൈറ്റി ആണ്. ബാക്ക് സൈഡിലും പ്ലീറ്റ് ഉണ്ട്. അതുപോലെ തന്നെ അത് രണ്ട് സൈഡിലും ഓരോ സ്ട്രിങ് കൊടുത്തിട്ടുണ്ട്. ബാക്കിലേക്ക് വലിച്ചു കെട്ടാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇതിവിടെ ഇങ്ങനെ വെറുതെ കിടന്നോട്ടെ, കുഴപ്പമില്ല. പിന്നെ പ്ലീറ്റഡ് ആണ് എന്നുണ്ടെങ്കിലും ഇതിന് സ്ലിറ്റ് ഉള്ളതാണ്. ഇത് റയോണിൽ വരുന്നതാണ്. ഇടാനായിട്ട് വളരെ കംഫർട്ടബിൾ ആണ്. ഇതിന്റെ റേറ്റ് വരുന്നത് 700. നെക്സ്റ്റ് കുർത്തി വരുന്നത് ഒരു സോഫ്റ്റ് കോട്ടണിലുള്ള ഒരു കുർത്തിയാണ്. വീനെക്കാണ്. ഇതുപോലെ ഒരു എംബ്രോയിഡറി വർക്കും 0 സീക്വൻസിന്റെ വർക്കും ആണ് നെക്കിന്റെ അവിടെ കൊടുത്തിരിക്കുന്നത്. 3/4 സ്ലീവ് ആണ്. സ്ലിറ്റഡ് കുർത്തിയാണ്. അതിന്റെ ദാമൻ പോർഷനിലും ഇതുപോലെ തന്നെ എംബ്രോയിഡറി വർക്കും 0 സീക്വൻസും ഉണ്ട്. ഇതിന്റെ റേറ്റ് വരുന്നത് 360. ഇത് ഒരു നല്ല സോഫ്റ്റ് കോട്ടണിലുള്ള കുർത്തിയാണ്. പക്ഷെ ഇതിന് ഒരു ഇന്നർ ഇടുന്നതായിരിക്കും നന്നായിരിക്കും. ഒരു സ്ലിപ്പ് ഇടുന്നതാവും നല്ലതാണ്. നെക്സ്റ്റ് കളർ വരുന്നത്
നല്ലൊരു ഡാർക്ക് കോഫി ബ്രൗൺ കളറാണ്. വീനക്കിലുള്ള കുർത്തിയാണ്. ഇതിന്റെയും നെക്കിന്റെ പോർഷനിൽ ഇതുപോലെ എംബ്രോയിഡറി വർക്കും സീറോ സീക്വൻസും ആണ് കൊടുത്തിരിക്കുന്നത്. 3/4 സ്ലീവ് ആണ്. സ്ലിറ്റഡ് കുർത്തിയാണ്. വിത്തൗട്ട് ലൈനിങ് ആണ്. ഇതിനൊരു സ്ലിപ്പ് ഇടുന്നതായിരിക്കും നന്നായിരിക്കുക. ഇതിന്റെ ദാമൻ പോർഷനിൽ ഇതുപോലെ എംബ്രോയിഡറി വർക്കും സീക്വൻസും ഉണ്ട്. ഇതിന്റെയും റേറ്റ് വന്നിരിക്കുന്നത് 360. ഇനി അതിന്റെ തന്നെ വേറെ ഒരു കളർ ചേഞ്ച് ആണ് ഇത്. ഒരു ഡാർക്ക് ചിക്കോ കളർ എന്ന് പറയാം. ഇതിന്റെ വീനെക്കാണ്. ഇതുപോലെ തന്നെ എംബ്രോയിഡറി വർക്കും സീക്വൻസ് വർക്കും ആണ് ഉള്ളത്. 3/4 സ്ലീവ് ആണ്. സ്ലിറ്റഡ് കുർത്തിയാണ്. വിത്തൗട്ട് ലൈനിങ് ആണ്. ഇതുപോലെ ദാമൻ പോർഷനിൽ എംബ്രോയിഡറി വർക്കും സീക്വൻസും ഉണ്ട്. ബാക്ക് സൈഡ് ഇതുപോലെ. ഇതിന്റെയും റേറ്റ് 360. നെക്സ്റ്റ് കുർത്തി വരുന്നത് ലാഫിലെ ബ്രാൻഡിന്റെ കുർത്തിയാണ്. ഇതിന്റെ നെക്ക് റൗണ്ട് ആണ്. അതിൽ തന്നെ ഒരു വി പോലെ വന്നിട്ട് പിൻടെക്ക് പോലെ ഇങ്ങനെ അടിച്ചു വന്നിരിക്കുകയാണ്. ഇവിടെ സൈഡിൽ ഒരു ചെറിയ എംബ്രോയിഡറി വർക്കും സീക്വൻസും ഉണ്ട്. 3/4 ആണ് സ്ലീവ്. സ്ലീവിന്റെ എൻഡിലും ഇതുപോലെ തന്നെ ഒരു എംബ്രോയിഡറി വർക്ക് ഉണ്ട്. ഇത് സ്ലിറ്റ് ഇല്ലാത്ത ഒരു അംബ്രല ടൈപ്പ് കുർത്തിയാണ്. ലൈൻ ടൈപ്പ് കുർത്തിയാണ്. ബാക്ക് സൈഡും ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 1100, 1100. ഇതിന്റെ കളർ ഒരു ഡാർക്ക് മൗ കളർ. നെക്സ്റ്റ് കുർത്തി വന്നിരിക്കുന്നതും ലാഫിലെ ബ്രാൻഡിന്റെ കുർത്തിയാണ്. ഇതിന്റെ ഒരു ലൈറ്റ് പിങ്കിഷ് പീച്ച് പോലെയുള്ള ഒരു കളറാണ്. ഇതിന്റെ റൗണ്ട് നെക്കാണ്. ഇവിടെ ഒരു ഷോ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെയും 3/4 സ്ലീവ് ആണ്. ലൈൻ കുർത്തിയാണ്. ബാക്ക് സൈഡ് വന്നിരിക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. ഇതൊരു പ്രിൻസസ് കട്ട് കുർത്തിയാണ് കേട്ടോ. ഇതിന്റെ സെന്റർ പോർഷനിൽ ഇങ്ങനെ ഒരു ബ്രാക്കറ്റ് പോലെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഫ്ലാപ്പ് പോലെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഓപ്പണബിൾ അല്ല. ഇത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു കുർത്തിയാണ്. ഇതിന്റെ റേറ്റ് വരുന്നത് 910, 910. നെക്സ്റ്റ് ടൈപ്പ് കുർത്തി എന്ന് പറയുന്നത് ലാഫിലെ ബ്രാൻഡിന്റെ ഒരു കുർത്തിയാണ്. കോളർ നെക്ക് ആണ്. കോളർ ടൈപ്പ് വീനെക്ക്. ഇതുപോലെ വന്നിരിക്കുന്ന ഒരു വീനെക്ക് ടൈപ്പ് ആണ്. ഇതിങ്ങനെ ഓവർലാപ്പ് ചെയ്ത് വന്നിരിക്കുന്നതാണ്. ഇവിടെ 4 ഷോ ബട്ടൺ ഉണ്ട്. ഇതിന്റെ ഈ ഷോൾഡറിന്റെ പോർഷനിൽ ഇങ്ങനെ ഒരു വർക്കുള്ള ഒരു പീസ് പാച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ലീവിന്റെ എൻഡിലും അങ്ങനെ തന്നെ ഒരു പാച്ച് വർക്ക് ഉണ്ട്. പിന്നെ ഇത് സ്ലിറ്റഡ് കുർത്തിയാണ്. വിത്തൗട്ട് ലൈനിങ് ആണ്. ബാക്ക് സൈഡ് ഇതുപോലെ തന്നെ. ഈ കുർത്തിക്ക് വരുന്ന റേറ്റ് 720. ഇതൊക്കെ നല്ല ബ്രാൻഡഡ് കുർത്തിയാണ്. ഉപയോഗിക്കാൻ നല്ല കംഫർട്ടബിൾ ആണ്. ഇന്നിവിടെ കാണിച്ച കുർത്തികളിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. കൊറിയർ ആയിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. പിന്നെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും, ലൈക്ക് ചെയ്യാനും, ഷെയർ ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഇതുവരെ സഹകരിച്ച എല്ലാവർക്കും വളരെയധികം നന്ദി. മറ്റൊരു വീഡിയോയുമായി വീണ്ടും നമുക്ക് കാണാം.